ചൊവ്വ ഇതുപോലെ തന്നെ കുജനാണ് ആ ചൊവ്വ എന്ന് പറയുന്നത്. അപ്പോൾ ചുവപ്പ് തന്നെയാണ് ചൊവ്വയ്ക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഭൂമിബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോവാം. ആധാരം അല്ല തർക്ക വിഷയങ്ങൾ, ഒരു ഭൂമിയുടെ തർക്കമുണ്ട്, അല്ലെങ്കിൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അന്നത്തെ ദിവസം നമ്മൾ ചുവപ്പ് ധരിക്കുന്നതാണ് ഉത്തമം. കലഹം ഒഴിവാകും. നമുക്കൊരു ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിക്കാൻ പോവുകയാണ്, തർക്കങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ഭൂമി വാങ്ങിക്കാനുള്ള സാമ്പത്തികത്തിന് വേണ്ടി ബാങ്കിൽ പോവുകയാണ്, അല്ല അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ ചൊവ്വാഴ്ച ദിവസം ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് പോയാൽ നമുക്ക് ശുഭകരമാണ്. ബുധൻ എന്ന് പറയുന്നത് പച്ചയാണ് അതിൻ്റെ നിറമായിട്ട് പറയുന്നത്. ബുധൻ ബുദ്ധിയുടെ കാരകനാണ്. അപ്പോൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം പച്ച ഇണങ്ങും. പച്ചയുടെ പ്രത്യേകത പ്രകൃതിയുടെ നിറമാണ് പച്ച. അപ്പം പ്രകൃതിയാണ് ബുദ്ധിദായകമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രകൃതി ശക്തിയാണ് നമ്മൾ ഈ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മളിലൊന്നും ജന്മന വന്നു ചേരുന്ന ബുദ്ധിക്കപ്പുറം പ്രകൃതിയാണ് പാഠങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മളെ. കാര്യം പ്രകൃതിയുടെ പാഠങ്ങളിൽ നിന്നാണ് നമ്മൾ ബുദ്ധിയെ സ്വരൂപിക്കുന്നത്. പ്രപഞ്ചത്തിൽ നിന്നാണ് അറിവുകളെ നമ്മൾ ശേഖരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്രതീക രൂപമായിട്ടിരിക്കുന്ന പച്ചപ്പാണ്, ഹരിത വർണ്ണമാണ്. അപ്പോൾ ആ ഹരിതവർണ്ണം നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ബുദ്ധിപരമായ കാര്യങ്ങൾ വിനിയോഗിക്കേണ്ടി വരുന്ന സമയത്തൊക്കെ പച്ച നിറം ധരിക്കുന്നത് നമുക്ക് ഉത്തമമായിരിക്കും. അധികമായ പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ നല്ല ടെസ്റ്റൊക്കെ എഴുതിൻ്റെയൊക്കെ ഒരു സമയത്തൊക്കെ നമുക്ക് ബൗദ്ധികമായ തലത്തിൽ ഒത്തിരി ഉയർച്ച ലഭിക്കേണ്ട ഒരു മാനസികതലം വരുന്ന സമയത്ത് നമ്മൾ പച്ച നിറം ഉള്ള വസ്ത്രം ധരിച്ചിട്ട് പോയാൽ അത് ശുഭഫലം കാണിക്കുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.